9 സെന്റിൽ 2169 സ്ക്വയർ ഫീറ്റിൽ തയ്യാറാക്കിയ മനോഹരമായ ഇരുനില വീടിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നഗരത്തോട് ചേർന്ന് കിടക്കുന്നതും എന്നാൽ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ശാന്തവും സുന്ദരവുമായ പ്രദേശം. ഇരുനിലകളിലായി അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 4 ബെഡ്റൂമുകൾ. മനോഹരമായി രൂപകൽപ്പന ചെയ്ത മുൻവാതിൽ കടന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ വലതുവശത്തായി മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കാണാം. അതിനോട് ചേർന്ന് തന്നെയാണ് താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. 147 സ്ക്വയർ ഫീറ്റിൻ്റെ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലും ഇതേ സൈസിലുള്ള 147 സ്ക്വയർ ഫീറ്റിൻ്റെ ബെഡ്റൂം തന്നെ വരുന്നുണ്ട്. അത് വീഡിയോയിൽ പുറകെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇപ്പോൾ കാണുന്നത്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ബാത്റൂമിലും ഒരുക്കിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റായി കാണുന്ന 2 ഡോറുകൾ, ഒന്ന് കിച്ചണിലേക്കുള്ളതും രണ്ടാമത്തേത് ഗസ്റ്റ് ബെഡ്റൂമിലേക്കുള്ളതാണ്. 100 സ്ക്വയർ ഫീറ്റിൻ്റെ മനോഹരമായ ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ കൂടുതൽ വെട്ടവും വെളിച്ചവും കിട്ടുന്നതിനായി ഉയരം കൂടിയ ജനാലകളാണ് മുൻവശത്തായി ഉപയോഗിച്ചിരിക്കുന്നത്. ആ ജനാലയുടെ സമീപത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹോളിൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലുകൾ ഗ്ലാസ് ഡിസൈൻ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. സ്റ്റെയർ കയറി മുകളിലെത്തിയാൽ ഇടതുവശത്തായി ബാൽക്കണിയിലേക്കുള്ള ഡോർ കാണാം. വളരെ വലുതും മനോഹരവുമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിന് സമാനമായ മനോഹരമായ ഗ്ലാസ് ഡിസൈനോടുകൂടിയ ഹാൻഡ് റെയിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. തിരിച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഓപ്പോസിറ്റായി കാണുന്നത് മുകൾ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. 166 സ്ക്വയർ ഫീറ്റിൻ്റെ അത്യാവശ്യം വലിയൊരു സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ മുകളിലത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും മനോഹരമായ ഒരു ബാൽക്കണി പുറത്തേക്ക് കൊടുത്തിരിക്കുന്നു. വീതി കുറഞ്ഞ എന്നാൽ നീളം കൂടിയ ഒരു മനോഹരമായ ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. അതും റബ്ബർ തോട്ടങ്ങളോട് ചേർന്ന് കിടക്കുന്നതിനാൽ നല്ല ശാന്തവും സുന്ദരവുമായ ഒരു അന്തരീക്ഷം ഇവിടെ ലഭ്യമാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ബാത്റൂമിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എതിർവശത്തായി കാണുന്നത് മുകൾ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണ്. അതായത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതിന് സമാനമായ 147 സ്ക്വയർ ഫീറ്റിൻ്റെ ബെഡ്റൂമാണ് ഇവിടെ മുകളിലും ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ബാത്റൂമുകളിലും പ്രീമിയം ജാഗ്വർ സാനിറ്ററി ഫിറ്റിങ്ങുകളാണ് ബാത്റൂമുകളിലും കിച്ചണുകളിലും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ അടുക്കളയിലും കുളിമുറികളിലും എല്ലാം സോളാർ വാട്ടർ ഹീറ്ററിന് വേണ്ടിയുള്ള പൈപ്പ് ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിലെ വാഷിംഗ് ബേസിൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റെയർ കേസിന് അടിയിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസിനോട് ചേർന്ന് അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു ഡൈനിങ് ടേബിൾ സ്ഥാപിക്കാനുള്ള സ്പേസ് അവിടെ അവൈലബിൾ ആണ്. ഇനി കാണേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കിച്ചൺ. ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയ ഒരു ഡോറാണ് കിച്ചണിന് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് പ്രവേശിച്ചാൽ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാം. കിച്ചൺ സ്ലാബ് എൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ കിച്ചൺ സിങ്കും കൊടുത്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും വരുന്നുണ്ട്. കജാരിയയുടെ വിട്രിഫൈഡ് ടൈലുകളാണ് വീടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് റൂമുകളിലും മറ്റും ഈ ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ വുഡൻ ഫിനിഷിങ്ങോട് കൂടിയ വെട്രിഫൈഡ് ടൈലുകളാണ് ബെഡ്റൂമുകൾക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിനകത്തുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമുക്ക് വീടിന് പുറത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. വീടിന് പുറത്ത് മനോഹരമായ ഡിസൈനിങ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ കൂടുതൽ ഡിസൈനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് സമയവും ശുദ്ധജലം ലഭിക്കുന്ന വൃത്തിയുള്ള ഒരു കിണർ വീടിനോട് ചേർന്ന് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വീടിരിക്കുന്ന സ്ഥലം വരുന്നത് എറണാകുളം എടക്കാട്ട് വയലാണ്. ലാൻഡ്മാർക്കായിട്ട് നമുക്ക് കാണിക്കാവുന്നത് ടോക്കച്ച് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ്. ഈ വീടിൻ്റെ വിലയായി പറയുന്നത് 78 ലക്ഷം രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 3 ഫേസ് വൈദ്യുതി കണക്ഷനാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. അതും ഗേറ്റ് മുതൽ വീട് വരെ അണ്ടർഗ്രൗണ്ട് കേബിളിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. 3 സെന്റിൽ ടാർ ചെയ്തിട്ടുള്ള സ്വകാര്യ സർവീസ് റോഡാണ് വീട്ടിലേക്കുള്ളത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ടോക്കച്ച് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 3.7 കിലോമീറ്റർ, ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് 9.3 കിലോമീറ്റർ, AP വർക്കി ഹോസ്പിറ്റലിലേക്ക് 4.3 കിലോമീറ്റർ, മൾട്ടിപ്ലക്സ് പാൻ സിനിമാസിലേക്ക് 2.2 കിലോമീറ്റർ, കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷനിലേക്ക് 2.7 കിലോമീറ്റർ. നിങ്ങൾ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെങ്കിൽ വുഡ് ആൻഡ് ഫ്ലോർ പോളിഷ് ചെയ്ത് ഫൈനൽ കോട്ട് പെയിൻറ്റും ചെയ്ത് പുതുമോടിയോടുകൂടി വീട് ഏൽപ്പിക്കുന്നതാണ്. പുതിയൊരു വീടും സ്ഥലവും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.